എമ്പുരാൻ ശരിക്കും നേടിയത് എത്ര? ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുന്ന കാര്യം പരിഗണിക്കണേ. എമ്പുരാൻ ശരിക്കും നേടിയത് എത്ര? പലരും പലതും പറയുന്നുണ്ട്. എമ്പുരാൻ എന്ന ചിത്രം വലിയ കോടി ക്ലബ്ബുകൾ കീഴടക്കിയെന്ന്. സത്യാവസ്ഥ എന്ത്? പലരും ചോദിക്കുന്നു ഇത് തള്ളാണോ എന്ന്. എന്നാൽ പലരും പറയുന്നു തള്ളല്ല, സത്യമെന്ന്. എന്താണ് വാസ്തവം? എമ്പുരാൻ ശരിക്കും എത്ര നേടി? ശരിക്കും അതിന്റെ നേട്ടം എത്രയാണ്? പ്രീസെയിൽ എന്ന് പറഞ്ഞ സംഭവത്തിലൂടെ ഈ ഒരു നേട്ടം എങ്ങനെ ലാലേട്ടനും കൂട്ടരും സ്വന്തമാക്കി? അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ എമ്പുരാൻ ശരിക്കും നേടിയത് എത്രയെന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ആഗോളതലത്തിൽ എമ്പുരാൻ ഇതുവരെ നേടിയത് എത്രയാണെന്ന കാര്യം പുറത്തു വന്നു കഴിഞ്ഞു. ഇനിയും ദിവസങ്ങൾ ബാക്കി കിടക്കുകയാണെന്ന് ഓർക്കണം. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ പ്രീ റിലീസിൽ തന്നെ കോടികളാണ് കൊയ്യുന്നത്. എമ്പുരാന് വൻ ബുക്കിംഗ് ആണ് എങ്ങുന്നതും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രം ബുക്കിംഗിൽ 9.5 കോടി രൂപ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു. ഇപ്പോൾ 23-ാം തീയതി വൈകിട്ടേ ആയിട്ടുള്ളൂ. ഇതുവരെയുള്ള കണക്കല്ലാതെ ഇന്നലത്തെ കണക്കാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇന്നത്തെ കണക്ക് അതിനേക്കാൾ കൂടും. മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ 3.1 കോടി, ഇതാണ് നേട്ടം. ഇന്ത്യയിൽ മാത്രമായി അങ്ങനെ 12.15 കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം വരെ നേടിയിരിക്കുന്നത്. ഇപ്പോൾ 23, 24, 25, 26 അങ്ങനെ 4 ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. വിദേശത്ത് നിന്ന് മാത്രം ഈ ചിത്രം നേടിയെടുത്തിരിക്കുന്നത് 20.25 കോടി രൂപയാണ്. അങ്ങനെ ആഗോളതലത്തിൽ എമ്പുരാന്റെ ഇതുവരെയുള്ള നേട്ടം, ഇന്നലെ വരെയുള്ള നേട്ടമാണ് ഞാൻ പറയുന്നത്, 32.4 കോടി രൂപ. അതെ, ഇത് ചരിത്ര സംഭവമാണ്. മലയാളികൾ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം ഇത് തള്ളല്ല എന്ന് ഇതിനോടകം തന്നെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, ഇതൊരു 50 കോടി വരെ എത്തുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും കണക്കുകൂട്ടൽ. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഓപ്പണിംഗിൽ 50 കോടിക്ക് മുകളിലുള്ള ഒരു സംഖ്യ ഉറപ്പായിട്ടും ഈ ചിത്രം നേടിയെടുത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല, സംശയവുമില്ല. ലൂസിഫറിന്റെ 2ാം ഭാഗമാണ് എമ്പുരാൻ. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ പോയിന്റ്. രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയാണ്. സംവിധായകൻ നമ്മുടെ സ്വന്തം പൃഥ്വിരാജാണ്. മാത്രമല്ല, നമ്മുടെ സ്വന്തം ലാലേട്ടൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. കഴിഞ്ഞ ലൂസിഫറിൽ അദ്ദേഹത്തിന്റെ പകർനാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ലാലേട്ടൻ നമ്മളെ വിസ്മയിപ്പിക്കാൻ എത്തുകയാണ്. 2019 എങ്ങനെയാണോ നമ്മളെ ഞെട്ടിച്ചത് ലൂസിഫറിലെ അബ്രാം ഖുറേഷിയുമായും അതുപോലെ സ്റ്റീഫൻ നെടുമ്പള്ളിയുമായി ലാലേട്ടന്റെ ആ പകർനാട്ടം ഇനി നമ്മൾ വലിയ രീതിയിൽ ഓൾ വേൾഡ് വൈഡായി കാണാൻ പോവുകയാണ്. വൻ ഹൈപ്പാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തെന്നിന്ത്യൻ സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസ്, ആശീർവാദ് സിനിമാസ്, ശ്രീഗോകുലം മൂവീസ് നിർമ്മിച്ച മോഹൻലാൽ ചിത്രം എമ്പുരാൻ മാർച്ച് 27 കൃത്യം 6 AM റിലീസിലെത്തുകയാണ്. ആഗോള തലത്തിൽ തന്നെ 2019 റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ലൂസിഫറിന്റെ 2ാം ഭാഗമായി എത്തുന്ന എമ്പുരാൻ നിർമ്മിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ശ്രീഗോകുലം മൂവീസും എന്നാണ് നമുക്കറിയാവുന്നത്. അവരുടെ സാരഥികൾ ഇവരാണ് സുഭാസ്കരൻ, ആന്റണി പെരുമ്പാവൂർ, ഗോകുലം ഗോപാൽ എന്നിവരാണ് ക്രമമായി പറയുമ്പോൾ. 3 ഭാഗങ്ങളായി കഥ പറയുന്ന ഈ ഒരു സിനിമാ സീരീസിന്റെ 2ാം ഭാഗം മാത്രമാണ് ഇതെന്ന് കൂടി ഓർക്കണം. മോഹൻലാൽ നായകനായി എത്തുന്ന ഇതിന്റെ 3ാം ഭാഗം, അതിന്റെ പേരെന്തായിരിക്കും, അതിനെക്കുറിച്ചുള്ള ഒരുപാട് ഫാൻസ് തിയറീസ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സിനിമയിൽ ഏകദേശം നമുക്കറിയാവുന്നതുപോലെ തന്നെ പല താരങ്ങളും ഓൾ വേൾഡിൽ നിൽക്കുന്ന താരങ്ങളെല്ലാം തന്നെ ഉണ്ട്. പല സർപ്രൈസിങ് ഫാക്ടേഴ്സ് ഉണ്ട്. എല്ലാം തിയേറ്ററിൽ തന്നെ രുചിച്ചറിയണം. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെ ലൂസിഫറിന്റെ വലിയ നേട്ടം നമ്മളെല്ലാം ആഘോഷിക്കുകയാണ്. കാരണം മലയാളി എന്ന നിലയിൽ നോക്കുമ്പോൾ ഒരു മലയാള സിനിമ ഇത്തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട വസ്തുതയാണ്. ലാലേട്ടൻ എന്ന എൽ ബ്രാൻഡിനെ എങ്ങനെയാണ് ആളുകൾ കാണുന്നത്, എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി മാറാനിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. കാത്തിരിക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.